ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇത് ചെയ്യണം വിചാരിച്ചിട്ട് മാറ്റി വെച്ച റെസിപ്പിയാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചിട്ട്, പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കൊരു വലിയ ഉള്ളിയാണ് വേണ്ടത്, അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് വേണം, അതിനായിട്ട് ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി അതുപോലെ തക്കാളി മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ കുരുക്കളൊന്ന് കളയട്ടോ. ഇതിനുള്ളത്തെ ഈ സീഡിന് എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ ഈ മാംസള ഭാഗം നമുക്ക് കളയാം. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളമായിപ്പോവും. തക്കാളി മുഴുവനായിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും നമ്മുടെ അവക്കാഡോ. പിന്നെ നമുക്ക് ബ്രെഡിൽ ലൂസായിട്ടാവും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുരുക്കളൊന്ന് കളയുന്നത്. ഇനി നമുക്കിതൊന്ന് കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അവക്കാഡോ ആണ്. ഞാൻ നല്ല മൂത്ത് നോക്കിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൽ ബാക്കിയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് നല്ലത് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് മൂപ്പ് കുറവുള്ളതായതുകൊണ്ടോ എന്താ അറിയില്ല, ഇതിന് ചെറുതായിട്ടൊരു നാരുണ്ടായിരുന്നു. അതൊരു കറുത്ത കളറായിട്ടുണ്ടായിരുന്നു. പക്ഷേ പുഴുക്കുളം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ല കളറ് കിട്ടിയില്ല കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിവിടെ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അവക്കാഡോ അതുപോലെ ഈ വെജിറ്റബിൾസും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവക്കാഡോ നല്ല രീതിയിലൊന്ന് ഉടച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലെമൺ ജ്യൂസ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡൊന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് 2 സൈഡൊന്ന് ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ സാൻഡ്വിച്ച് പോലെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യാതെ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ ഇത്രക്കും കാലം വിചാരിച്ചിരുന്നത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാട്ടോ. പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം, എന്നാൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.